സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിജോസാർ ഗെയിമിംഗ്. അപ്പം ഇന്ന് നമ്മൾ വില്ലേജേഴ്സിനൊക്കെ ബേസിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, അതൊരു വില്ലേജർ ബാക്കിൽ നോക്കുകയാണെങ്കിൽ അത് അവിടെ ഒരുത്താൻ നിൽക്കണണ്ടില്ലേ. ഓക്കെ, ബാക്കി പരിപാടി പറഞ്ഞുതരാം. ഇന്ന് നിന്നെയൊക്കെ ഞാൻ ഇവിടുന്ന് കെട്ടിക്കും. ഞാൻ കഴിഞ്ഞ ദിവസവും നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് ഇവിടെ ഒരു പോർട്ടൽ സെറ്റാക്കി ഇവിടേക്ക് ഞാൻ നെതർ വഴി കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാൻ. അപ്പം ഇനി വില്ലേജേഴ്സിനെ ഞാൻ അവിടേക്കൊന്ന് എത്തിക്കണം, 2 വില്ലേജേഴ്സിനെ കൂട്ടിയിടണം. പിന്നെ എൻ്റെ നെതറിലുള്ള പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ നെതറിൽ കയറിയിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് പോർട്ടൽ. ഇവനിവിടെ പൂട്ടി വെച്ചേക്കല്ലേ, പിന്നെ അവൻ വില്ലേജിലേക്ക് പോകരുത്തിട്ടാ. ഇവിടെ തന്നെ നിന്നോണം. ഒന്ന് തള്ളാൻ പറ്റുമോ? തള്ളി. ഓക്കെ, ഇത് ഇന്നൊന്നും നടക്കലുണ്ടാവില്ല. നമുക്ക് നേരെ ബേസിലേക്ക് പോവാം. ബേസിലേക്ക് പോയിട്ട് ബാക്കി പരിപാടി എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങെത്തി. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ബോട്ട് എടുത്തിട്ട് അവരെ ട്രാപ്പ് ചെയ്തിട്ട് നെതറിലും ട്രാപ്പ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം ഇതുണ്ടോ നോക്കുകയാണെങ്കിൽ ബോട്ടുണ്ടോ നോക്കണം. ബോട്ട് ഓക്കെ, 2 ഉണ്ട്. ഒന്നതാ അവിടെ ചെസ്റ്റിലുണ്ട്, അതും എടുത്താക്കാം. പിന്നെ പുറത്തുണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ബോട്ടുണ്ട്, അതും എടുത്തേക്കാം. 3 ബോട്ട് മതിയാവുമെന്ന് തോന്നുന്നു. ഞാൻ പ്ലാന് കാണിച്ചു തരാം. ഒരു ബോട്ട് ദേ ഇവിടെ വെച്ച് ഇത് നേരെ പോർട്ടലിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി വെക്കണം. അപ്പം നെതർന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന വില്ലേജർ ഇതിൽ കയറി ഇരുന്നോളും. അയ്യോ, അതെവിടെ പോയി? ഇത് ഇൻവെൻ്ററിയിലും കാണാനില്ലല്ലോ. എവിടെ പോയി ആവും? പുറത്തുണ്ടോ? അതെവിടെ? പുറത്തുമില്ലല്ലോ. മൈൻക്രാഫ്റ്റിൻ്റെ കാര്യം ഇതാണ് മൈൻക്രാഫ്റ്റിൻ്റെ പ്രശ്നം. ചില നേരത്തെ ഈ ഗെയിം വലക്കമല കളി കളിക്കും. ഇത് ഇവിടെ വെക്കാം. തിരിച്ചു വെക്ക്. ഓക്കെ, ബാക്കോട്ട് കുറച്ചും കൂടെ. ഇത് മതി. അതും പോയി. എനിക്ക് തോന്നുന്നു അത് നെതറിൽ പോകേണ്ടി തോന്നുന്നുണ്ട്. നെതറിലൊന്ന് പോയി നോക്കിയാലോ, അതിലുണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇവിടെ കാണാനില്ല. എനിക്ക് തോന്നുന്നു അത് പുറത്ത്, ഇതിൻ്റെ അപ്പുറത്ത് പോയി തോന്നുന്നുണ്ട്. നോക്കട്ടെ. പുറത്ത് ഗാസ്റ്റ് ഒന്നുമില്ല. ഇവിടെ ഉണ്ട്. ഇതാണ് പ്രശ്നം. മൈൻക്രാഫ്റ്റിൻ്റെ ബഗ്ഗൊന്നുമല്ല, അത് ഇങ്ങനെയുള്ളതാണ് തോന്നുന്നുണ്ട്. ബഗ്ഗാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ബോട്ട് വെക്കണ്ട, അവിടെ ഓവർവേൾഡ് പോയിട്ട് ബോട്ട് വെക്കാം. ഇത്തവണ ഞാൻ ശരിയാക്കും. ഈ ബ്ലോക്സ് പൊട്ടിക്കുക. ഇത് പൊട്ടിച്ചിട്ട് ഇത് നേരെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ബോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് തിരിച്ച് വെക്കണം കാട്ടി നല്ലത് ഇത് പൊട്ടിച്ചിട്ട് തിരിച്ചിട്ട് ചാടി വെക്കാം. ഓക്കെ, ഇത് മതിയെന്ന് തോന്നുന്നു. അത് മതി. നമുക്ക് അവിടെ വേണമെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ അവിടെ 2 ബ്ലോക്കും വെച്ചേക്കാം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കയറി വരാണ്ട് നിൽക്കാൻ ഇവിടെയും 2 ബ്ലോക്ക് വെക്കണം. ഞാൻ അപ്പുറത്ത് പോയിട്ട് വെക്കാം. ഓക്കെ, ഇവിടെയും വെക്കാം. ഇനി നേരെ ഇവർ ഈ ബോട്ടിലേക്ക് വന്നോളും. പൊട്ടിച്ചിട്ടൊന്ന് നേരെ വെക്കാം. ഓക്കെ, ഇത് മതിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നെതറിലുള്ള പരിപാടി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇതിലുള്ള വില്ലേജേഴ്സിന് ഭയങ്കര തലവേദനയാണ്. ഞാൻ ലീഷ് എടുക്കാൻ മറന്നു. അവർ ലീഷില്ലെങ്കിൽ 2 പേരെ കൊണ്ടുവരാൻ പറ്റൂല. ഇത് ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയാണ്. ഇനി ഒരു 2 ലീഷ് കൊടുത്തേക്കാം. അല്ലെങ്കിലും അങ്ങനെയാണ്, എന്തെങ്കിലും ഞാൻ മറക്കും. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഞാൻ മറക്കും. 2 ലീഷ് കൊടുത്ത്
ഒന്ന് മതി, പക്ഷേ ഒന്നും കൂടി എക്സ്ട്രാ കരുതിയേക്കാം. അഥവാ എങ്ങാനും പോയാലോ പറയാൻ പറ്റൂല. ഒന്ന് ഇവിടെ വെച്ച് നമുക്കിനി മറ്റേ വില്ലേജിൻ്റെ അവിടെയുള്ള നെതർ പോർട്ടലിൽ പോയി സെറ്റാക്കാം. കേരള ഓക്കെ, അവനെയും കയറ്റി. ഒന്ന് മതി, ഒന്നേ ആവശ്യമുള്ളൂ. ഒന്ന് പിന്നെ നെതറിൻ്റെ ഉള്ളിലുണ്ട്. അവൻ എന്തിന് കയറിയതാണോ അറിയില്ല. അവൻ എൻ്റെ ബേസിൽ വരെ ഭയങ്കര കൊതിയാണ് തോന്നുന്നു. മണ്ടന്മാർക്കറിയില്ലല്ലോ പണിയെടുപ്പിക്കാനാണ്. ഒന്നുമില്ലടാ, ബാക്കിലുള്ള അവൻ എന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കും. രണ്ടിനെയും ബോട്ടിൽ കയറ്റിയിട്ടുണ്ട്. അവന്മാരെ ഇനി നേരെ അങ്ങോട്ട് അയക്കാം. ഇത്രയും പോവുള്ളൂ. ഒക്കെ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഫുഡ് മീൻ ഇത് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ബോട്ട് പൊട്ടിക്കുമ്പോൾ ഇവിടെ തന്നെ അവന്മാർ വീഴാൻ സാധ്യതയുണ്ട്. അത് പൊട്ടിച്ചാൽ അവന്മാർ പോയി. ഓക്കെ, സെറ്റ്. അങ്ങനെ നമ്മുടെ ബേസിലേക്ക് അവന്മാരെ നേരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കയറി നോക്കാം. ഓക്കെ, അവന്മാർ ഇവിടെ തന്നെ ഉണ്ട്. ഒരുത്തൻ മാത്രം ബോട്ടിൽ കയറാണ്ട് കറങ്ങി നടക്കുക. അവൻ കയറും. ബോട്ടൊന്ന് നീക്കിക്കൊടുത്താൽ അവൻ കയറേണ്ടതാണ്. ഓക്കെ, അവൻ കയറി. ഇനി ലീഷിട്ട് മുകളിലേക്ക് കയറി. ഇവരിപ്പോൾ എങ്ങനെ മുകളിലേക്ക് ചാടി ഓ പോയി ആ ചാടി. എന്താ അവന്മാർ പൊന്താത്ത? ബ്ലോക്ക് വെച്ചോക്കാം. അയ്യോ, സ്ലാബിൻ്റെ മുകളിലൊക്കെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ഇവിടുന്ന് ചാടാനും പറ്റൂലേ. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. ഇനി ചാടി. എന്താണ് ഒന്ന് വാടാ. അമ്മമാരെ കൊണ്ട് അത് പൊട്ടിക്കണ്ട. പൊട്ടിച്ചോ. ഇതൊന്നും നിങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് ബോറടിക്കും. സോ ഞാൻ അടുത്തത് കാണിച്ചില്ലേ. 2 പേരെ ഞാൻ ബ്രീഡറിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് എത്തിച്ചിട്ടില്ല. കയറണം. കയറി വാ. ഓക്കെ, ഓലെ 2 പേര് എത്തിയിട്ടുണ്ട്. ഇനി വെറുതെ മറ്റേതെന്താ ജോബ് എടുക്കാത്ത? അത് ജോബ് എടുത്തോളും. അതങ്ങനെ പയ്യെ എടുത്തോളും. അതൊന്നും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഇതും കൂടി വെച്ച ബ്രീഡർ സെറ്റ്. ഞാൻ ബോട്ട് പൊട്ടിച്ചു കൊടുക്കണം. ബോട്ട് പൊട്ടിക്കാൻ എൻ്റെ ഇതിലൂടെ കയറി ആ പച്ച പുല്ലിലേക്ക് ചാടാം. ചാടി. ഇനി ഇത് പൊട്ടിച്ച ഓക്കെ. മറ്റേ വില്ലേജ് കാണാനില്ല. താഴെ പോയനി. മൈൻക്രാഫ്റ്റിൻ്റെ ഒരു കാര്യം. അതിൻ്റെ ഉള്ളിലൊന്നും കാണാനില്ലല്ലോ. എവിടെ പോയി എന്തോ. അയ്യോ, മൈൻക്രാഫ്റ്റിൻ്റെ ഒരു കാര്യം. ഒന്നുകൂടി കയറി നോക്കാം. എനിക്ക് തോന്നുന്നു ചിലപ്പം അത് ബഗ്ഗായിരിക്കും. ഒന്നുകൂടി ഒന്ന് കയറിയാൽ അത് വർക്കാവേണ്ടതാണ്. ഒന്ന് കയറി നോക്കട്ടെ. ഓക്കെ, ഇവിടെ ആരുമില്ല. ആ വില്ലേജർ മാത്രം തന്നെ. എവിടെ പോയി എന്തോ. മൂഡ് ഫുള്ള് പോയി. ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലോ ആലോചിക്കുമ്പോൾ. അയ്യോ, റെയറായിട്ട് മറ്റേ പോയിസണസ് ഇത് ബോൺമീൽ ചെയ്യാനും പറ്റില്ല. ഫുള്ള് ദുരന്തമായിപ്പോയി.
അയ്യോ, ഞാൻ ഇപ്പം എന്തൊക്കെയാ ചെയ്യണേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എന്താ ഞാൻ ഇപ്പം ചെയ്യണേ? ഇതൊന്ന് ഇവിടെ വെച്ച് എവിടെയെങ്കിലും വെക്കാൻ പറ്റൂല. എന്തിനാണാവോ അത് പൊട്ടിച്ച്? അയ്യോ, ഇനി ഇത് ടിൽറ്റ് ചെയ്യാൻ ഹോയും വേണം. ഹോയ എടുത്തുകൊണ്ടും വരണം. എൻ്റെ ഫുള്ള് മൂഡ് പോയി ഗൈസ്. ഇനിയിപ്പോൾ അതിനി അടുത്ത എപ്പിസോഡിൽ റെഡിയാക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. മൂഡ് പോയത് നോക്കണ്ട, നമുക്ക് വില്ലേജേഴ്സിനെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാം. അതാർക്കും പേടിക്കേണ്ട, അതൊക്കെ ഞാൻ സെറ്റാക്കും ഈ ഷീൽഡ് വെച്ചിട്ട്. അയ്യോ, അത് മറ്റേ കയ്യിലും വന്ന. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഒരു ഡ്രൗണൊക്കെ ഉണ്ട്. അവൻ്റെ കയ്യിൽ മറ്റേ ഇതുണ്ട്, ഷെല്ല്. ഓക്കെ, ഷെല്ല് കിട്ടി. അതവിടെ എടുത്ത് വെക്കണം. ഓക്കെ, ഒന്ന് കിട്ടി. പിന്നെ 2 ഗൺ പൗഡറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി സെർവറിൻ്റെ വീഡിയോ ഉടൻ വരണം എന്നുണ്ട്. പക്ഷേ സെർവറിൻ്റെ ഹോസ്റ്റ് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അഡ്മിനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പിന്നെ നമ്മളെ മൾട്ടിപ്ലെയർ സീരീസ് ഉടനെ വരും എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കൊരു പ്രതീക്ഷ തരാം. പ്രതീക്ഷ മാത്രമല്ല, എന്തായാലും വരും, പേടിക്കണ്ട. പിന്നെ ഇവിടെ ഒരു ഇതുണ്ടാക്കിയിരുന്നു, മറ്റേ എന്താ പറയുക, ചെറി ബ്ലോസം വെച്ച് ഒരു പോണ്ട് സെറ്റപ്പ്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, അവിടെ ഒരു ക്രീപ്പർ പൊട്ടിയപ്പോൾ അങ്ങനെ അവിടെ ഒരു ഡെക്കറേഷൻ നിന്നോട്ടെ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതെന്തായാലും ഞാൻ പൊട്ടിച്ച് മാറ്റും. കാരണം നിങ്ങൾ ചിലരൊക്കെ വിചാരിച്ച് നിൽക്കുന്നത് ഈ സുധീൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഇതിങ്ങനെ ചെയ്തതെന്നുണ്ട്. അങ്ങനല്ല, ഞാൻ സുധീൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. പിന്നെ വേറെ ആരെയും കാണിച്ചാലുണ്ട്, വേറെ ഒന്നുമില്ല. ഡയമണ്ട് 60 ഡയമണ്ട് മൈനിങ്ങിന് പോയി ഗൈസ്. നല്ല കഷ്ടപ്പെട്ട് നല്ല ഗ്രൈൻഡ് ചെയ്ത് 60 ഡയമണ്ടും ഉണ്ട് ഇപ്പം നമ്മളെ കയ്യിൽ. ഞാൻ ആർമറൊന്നും ഉണ്ടാക്കണില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് 1.20 അങ്ങോട്ട് ഫുള്ള് ഡയമണ്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നത് സുധിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഇൻസ്പിറേഷൻ ആയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ സുധീൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് പലതും ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്, സത്യം. പിന്നെ ഇത് അങ്ങനെ ഉണ്ടാക്കിയതല്ല, അത് ഞാൻ പറഞ്ഞ പോലെ ക്രീപ്പർ പൊട്ടിത്തെറിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ തെറ്റിദ്ധരിക്കാണ്ടിരിക്കുക. ഞാൻ എന്തായാലും പോണ്ട് എടുത്ത് അവിടെ നിന്ന് മാറ്റും. പിന്നെ മോബ് ഫാം വർക്കിംഗ് അല്ല, അത് റെഡിയാക്കണം. നമ്മളെ ബ്രീഡർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരാളുണ്ട്. അടുത്ത ആളെ നമ്മൾ കൊണ്ടുപോയിട്ടോളാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റ ബൈ ബൈ.